നവരാത്രിയുടെ 5-ാം ദിനത്തിൽ സ്കന്ദമാതാവിനെയാണ് പൂജിക്കുന്നത്. നവരാത്രി ദിനത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് സ്കന്ദമാതാവിനെ പൂജിക്കുന്നത്. സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന ഭാവമാണ് ദേവിക്കുള്ളത്. സിംഹമാണ് വാഹനം. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ അത് സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. പഞ്ചമി ദിനത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ദുർഗയുടെ വിവിധ ഭാവങ്ങളാണ് സ്കന്ദമാതാവ്. 6 ശിരസോടു കൂടിയുള്ള മുരുകനാണ് ദേവിയുടെ കൈകളിൽ ഉള്ളത്. 4 കൈകളും 3 കണ്ണുകളുമായാണ് ദേവി കുടികൊള്ളുന്നത്. ഇടതു കൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ് ദേവിയുടെ പ്രത്യേകത. നവരാത്രിയുടെ 5-ാം ദിനത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഇതിലൂടെ തിന്മയെ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാമെന്നാണ് വിശ്വാസം. നവരാത്രി ദിനത്തിലെ 5-ാം ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അവ ഇതാണ്. ചൊവ്വാദോഷമുള്ളവർ നവരാത്രിയുടെ 5-ാം ദിനത്തിൽ സ്കന്ദമാതാവിനെ ആരാധിച്ചാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇത് ദോഷശാന്തിക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. ചുവന്ന നിറത്തിലുള്ള പൂക്കൾ അർപ്പിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ചൊവ്വാദോഷത്തെ പ്രതിരോധിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. ഈ ദിനത്തിൽ നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: സിംഹാസനഗദാ നിത്യം പത്മാശ്രിതകരത്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. സിംഹാസനഗദാ നിത്യം പത്മാശ്രിതകരത്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. സിംഹാസനഗദാ നിത്യം പത്മാശ്രിതകരത്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ദേവിയുടെ നവദുർഗാഭാവങ്ങളിൽ 5-ാമത്തെ ഭാവമാണ് സ്കന്ദമാതാവ്. നവരാത്രിയിൽ 5-ാം ദിവസമായ പഞ്ചമി ദിനത്തിലാണ് ദുർഗാദേവിയെ സ്കന്ദമാതാഭാവത്തിൽ ആരാധിക്കുന്നത്. ഈ ദിനം ആരാധിക്കുന്നതിലൂടെ ഭക്തന് ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരിക്കലും ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതിന് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ടാണ് സ്കന്ദമാത? സുബ്രഹ്മണ്യന്റെ മാതാവായ പാർവതി ദേവി ബാലസുബ്രഹ്മണ്യനെ കയ്യിലെടുത്ത് ആരാധിക്കുന്ന ഭാവമാണ് ദേവിക്കുള്ളത്. ശക്തിധരനായതിനാൽ സ്കന്ദൻ ദൈവ സൈന്യാധിപൻ ആകാൻ കഴിഞ്ഞതും ദുഷ്ടശക്തികളെ വധിക്കാൻ കഴിഞ്ഞതും എന്നാണ് വിശ്വാസം. സ്കന്ദമാതാദേവി പത്മാസന എന്നും അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹത്തിനായി ശിവപ്രാപ്തിക്കായി നവരാത്രിയിൽ പഞ്ചമിക്ക് സ്കന്ദമാതാദേവിയെ ആരാധിക്കേണ്ടതാണ്. പാർവതി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ശിവഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. നവരാത്രിയിലെ പഞ്ചമിയിൽ സ്കന്ദമാതാദേവിയെ ഭക്തിയോടെ ആരാധിച്ചാൽ ദേവി പെട്ടെന്ന് അനുഗ്രഹം നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ദേവി വളരെയധികം ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. സ്കന്ദമാതാദേവിയെ പ്രസാദിപ്പിക്കുന്നതിലൂടെ ബാലസുബ്രഹ്മണ്യനെ ഭജിക്കുന്ന ഫലവും ലഭിക്കുന്നുണ്ട്. മാതൃഭാവത്തിലാണ് സ്കന്ദമാതാവ് ഈ സമയം കുടികൊള്ളുന്നത്. ദേവി സ്കന്ദമാതയുടെ കഥ. ശക്തനായ രാക്ഷസനായ താരകാസുരൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തൻ്റെ ഭക്തിയും കഠിനമായ തപസ്സും കൊണ്ട് പ്രീതിപ്പെടുത്തി. തനിക്ക് അനുഗ്രഹം ചൊരിയാനും അനശ്വരനാക്കാനും അദ്ദേഹം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ലെന്ന് ബ്രഹ്മാവ് പറയുകയും ചെയ്തു. എന്നാൽ താരകാസുരൻ ഈ സമയം ബുദ്ധിപരമായി പ്രവർത്തിക്കുകയും ശിവപുത്രനല്ലാതെ തന്നെ ആർക്കും വധിക്കാൻ സാധിക്കരുതെന്ന് വരം തേടുകയും ചെയ്തു. വരം ലഭിച്ചതിനു ശേഷം അസുരൻ ഭൂമിയിലെ ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇത് ലോകത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് ഭയന്ന് ദേവന്മാർ ശിവനെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചു. ശിവൻ പിന്നീട് പാർവതി ദേവിയെ വിവാഹം കഴിച്ചു. അവരുടെ മകനായ കാർത്തികേയൻ താരകാസുരനെ വധിച്ചു. ഇതിൽ സന്തോഷിച്ച പാർവതി ദേവി മുരുകനെ ആശ്ലേഷിക്കുകയും ചെയ്തു. ഈ ഭാവമാണ് സ്കന്ദമാതാവിൻ്റേത്. രക്ഷ, ശക്തി, സമൃദ്ധി, നിധികൾ എന്നിവയിലൂടെ ദേവി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നു.
ഭക്തൻ ദേവിയെ ആരാധിക്കുമ്പോൾ സ്കന്ദൻ ആരാധിക്കപ്പെടുന്നു. ഇതോടൊപ്പം അനുഗ്രഹം ഇരട്ടിയാകുന്നു. അങ്ങനെ ഭക്തൻ സ്കന്ദമാതാവിൻ്റെ കൃപയോടൊപ്പം സ്കന്ദന്റെ അനുഗ്രഹവും ലഭിക്കുന്നുണ്ട്. ഒരു ഭക്തൻ യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥതയില്ലാത്ത ആരാധന നടത്തുകയാണെങ്കിൽ ഒരു യഥാർത്ഥ അമ്മയെപ്പോലെ സ്കന്ദമാതാദേവി അവരെ ശക്തിയും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം.